നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. കുവൈറ്റ് മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളെ ബയാൻ കൊട്ടാരത്തിൽ സ്വീകരിച്ച് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, കിരീടാവകാശി ഷെയ്ഖ് സബ അൽ ഖാലിദ്, പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ സബ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വികസനത്തിന്റെ പാതയിൽ മുന്നേറാനും പൗരന്മാർക്ക് എല്ലാ സേവനങ്ങളും ഉറപ്പാക്കാനും പ്രായോഗിക പരിഹാരങ്ങൾ വികസിപ്പിക്കണമെന്ന് അമീർ മന്ത്രിമാരോട് നിർദ്ദേശിച്ചു. കളിയും പാട്ടുമായി കുരുന്നുകളെ വരവേറ്റ് UAE-യിലെ സ്കൂളുകൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് എല്ലാവർക്കും വിജയകരമായ അധ്യയന വർഷം ആശംസിച്ചു. എല്ലാവർക്കും വിജയകരമായ വർഷം ആശംസിച്ച് UAE പ്രസിഡന്റ് ഹൈസാന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സന്ദേശവുമെത്തി. രാജ്യത്തിന്റെ ഭാവിയാണ് അവരെന്നും എല്ലാവർക്കും മാതൃകയാകേണ്ടവരാണെന്നും പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. UAE പാഠ്യപദ്ധതി കീഴിലുള്ള വിദ്യാലയങ്ങളിലും ഏഷ്യൻ ഇതര പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിലുമാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായത്. ഏഷ്യൻ പാഠ്യപദ്ധതിയിലുള്ള വിദ്യാലയങ്ങളിൽ രണ്ടാം പാദത്തിനും തുടക്കമായി. സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനത്തിൽ സർക്കാർ മേഖലയിലെ ചില ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി സമയം ഉൾപ്പെടെ അധികൃതർ അനുവദിച്ചിരുന്നു. അതിനിടെ സ്കൂളുകൾ തുറക്കുന്ന ഇന്ന് UAE-യിൽ അപകടരഹിത ദിനമായി ആചരിച്ചു. സ്കൂൾ വാഹനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നിവയായിരുന്നു ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഇന്ന് അപകടങ്ങളും ട്രാഫിക് നിയമലംഘനങ്ങളും ഉണ്ടാക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഡ്രൈവർമാരുടെ ലൈസൻസിലെ 4 ബ്ലാക്ക് പോയിന്റുകൾ നീക്കുമെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. 24 ദുബായ്. റിയാദിൽ നടന്ന സ്പോർട്സ് ലോകകപ്പ് സമാപിച്ചു. സൗദി ക്ലബ്ബായ ടീം ഫാൽക്കനാണ് ചാമ്പ്യന്മാർ. ജേതാക്കൾക്ക് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ട്രോഫി സമ്മാനിച്ചു. കഴിഞ്ഞ 8 ആഴ്ചകളിലായി റിയാദിലാണ് സ്പോർട്സ് ലോകകപ്പ് നടന്നത്. മത്സരത്തിൽ സൗദി ക്ലബ്ബായ ടീം ഫാൽക്കൻസ് ജേതാക്കളായി. കഴിഞ്ഞ ദിവസം നടന്ന സമാപന ചടങ്ങിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ജേതാക്കൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. 12 മത്സരങ്ങളിൽ നിന്നായി 5665 പോയിന്റുകൾ നേടിയ ടീം ഫാൽക്കൻസ് $7 മില്യൺ പ്രൈസ് മണിയും നേടി. കോൾ ഓഫ് ഡ്യൂട്ടി, വാർസോൺ, ഫ്രീ ഫയർ തുടങ്ങിയവയിൽ ഫാൽക്കൺ 1ാം സ്ഥാനം നേടി. $60 മില്യൺ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാനത്തുകയുമായി നടന്ന ആദ്യത്തെ സ്പോർട്സ് ലോകകപ്പ് ആഗോള ശ്രദ്ധ നേടിയിരുന്നു. 500ഓളം ടീമുകളിലായി 1500-ലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ടൂർണമെന്റ് സ്പോർട്സ് മേഖലയിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഈവന്റായി മാറി. സ്പോർട്സ് രംഗത്തെ സുപ്രധാന നാഴികക്കല്ലായി ടൂർണമെന്റ് മാറിയെന്നാണ് വിലയിരുത്തൽ. 20 ലക്ഷത്തോളം പേർ മത്സരങ്ങൾക്ക് സാക്ഷിയായി. 32ഓളം വിനോദ സാംസ്കാരിക പരിപാടികളും ലോകകപ്പിനോടനുബന്ധിച്ച് നടന്നു. എല്ലാ വർഷവും സ്പോർട്സ് ലോകകപ്പിന് സൗദി വേദിയാകുമെന്നാണ് റിപ്പോർട്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അലി അരീക്കത്ത് സംവിധാനം ചെയ്ത ട്വിൻസ് ലെജൻഡ്സ് ഓഫ് മലബാർ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും മസറ എന്ന സിനിമയുടെ പോസ്റ്റർ പ്രകാശനവും ജിദ്ദയിൽ നടന്നു. ഡയലോഗ്സിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലബാർ സമരത്തിൽ MP നാരായണ മേനോൻ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ എന്നിവരുടെ പങ്കിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ ഡോക്യുമെന്ററി. അരങ്ങത്തും അണിയറയിലും ജിദ്ദയിലെ പ്രവാസി മലയാളികൾ മാത്രം പ്രവർത്തിച്ച സിനിമയാണ് മസറ. ഷാജു അത്താണിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിർമ്മാതാവ് നൌഷാദ് ആലത്തൂർ പോസ്റ്റർ പ്രകാശനം ചെയ്തു. അസൈൽ ഇല്ലിക്കൽ, നാഫി തുടങ്ങിയവർ സംസാരിച്ചു. കുവൈറ്റിൽ ചില മേഖലകളിൽ ശക്തമായ പൊടിക്കാറ്റും പിന്നാലെ മഴയും. വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായതിനാൽ പൊടിപടലങ്ങൾ ഉയരാനും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലും ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുകളുണ്ട്. കുവൈറ്റ് വയനാട് അസോസിയേഷൻ ഗോ സ്കോർ ലേണിംഗ് സെന്ററുമായി സഹകരിച്ച് 8 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഉപരിപഠനത്തിനായി തെരഞ്ഞെടുക്കേണ്ട കോഴ്സുകളും അവയുടെ ജോലി സാധ്യതകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എൻട്രൻസ് എക്സാമുകളും ഉൾപ്പെടെ സെമിനാറിൽ അവതരിപ്പിച്ചു. ബേസിൽ ജോബിൻസ്, ഷീലു എന്നിവർ ക്ലാസുകൾ നയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജിനേഷ് ജോസ്, ട്രഷറർ അജേഷ് സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ജിജിൽ മാത്യു എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. UAE-യിൽ പുതിയ ടെലി മാർക്കറ്റിംഗ് നിയമം നാളെ നിലവിൽ വരും. പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മാർക്കറ്റിംഗ് ഫോൺ കോളുകൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. വൈകുന്നേരം 6 മണിക്കും രാവിലെ 9-നുമിടയിൽ ഉപഭോക്താക്കളെ ഫോണിൽ വിളിക്കാൻ പാടില്ല. നിയമം ലംഘിച്ചാൽ 1.5 ലക്ഷം ദിർഹം വരെ പിഴ ലഭിക്കും. ഫോൺ വിളിക്കുമ്പോൾ ഉൽപ്പന്നം വേണ്ട എന്ന് പറയുന്ന ഉപഭോക്താവിനെ അതേ ദിവസം വീണ്ടും വിളിക്കരുത്. ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നിർബന്ധിക്കാനും പാടില്ല. ടെലി മാർക്കറ്റിംഗ് നടത്താൻ പ്രത്യേകം ലൈസൻസും നേടിയിരിക്കണം. ലൈസൻസിനായി രജിസ്റ്റർ ചെയ്യുന്ന ഫോൺ നമ്പറിൽ നിന്ന് മാത്രമേ ഫോൺ കോളുകൾ വിളിക്കാവൂ എന്നും നിയമത്തിൽ പറയുന്നുണ്ട്.
സമസ്തയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികളുടെ പങ്ക് നിസ്തുലമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ജിദ്ദയിൽ സമസ്ത ഇസ്ലാമിക് സെന്റർ സൗദി നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമസ്തയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കും അട്ടപ്പാടി ആക്സസ് പദ്ധതിയിലേക്കുമുള്ള തുക ചടങ്ങിൽ കൈമാറി. തർത്തീൽ ഖുർആൻ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രാവിലെ മുതൽ നടന്ന വിവിധ സെഷനുകളിൽ ജിഫ്രി തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരും ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. ആദ്യമായി എല്ലാ വിഭാഗം ഉൽപ്പന്നങ്ങൾക്കും 50% വിലക്കിഴിവ് പ്രഖ്യാപിച്ച് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഈ മാസം 28 മുതൽ 31 വരെയാണ് ഓഫർ. സിനിമാ താരം ടൊവിനോ തോമസും നടി സുരഭി ലക്ഷ്മിയും ചേർന്ന് പുതിയ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഓഫർ ലഭ്യമാണ്. ഫാഷൻ, ഇലക്ട്രോണിക്സ്, ഗ്രോസറി, ഫുഡ്, മത്സ്യം, മാംസം, ബേക്കറി, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും ഉൽപ്പന്നങ്ങൾക്ക് ഇത് ബാധകമാണ്. ബാക്ക് ടു സ്കൂൾ ഓഫറായി സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾക്കും 50% വിലക്കിഴിവ് ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പശ്ചിമ ബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത് ലൈംഗിക താൽപര്യത്തോടെ സ്പർശിച്ചെന്നാണ് നടിയുടെ പരാതി. സിനിമയുടെ പേരിൽ കത്തറിക്കടവ് റോഡിലെ ഫ്ളാറ്റിലേക്ക് നടിയെ വിളിച്ചു വരുത്തിയെന്നും അനുമതിയില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചെന്നും FIR-ൽ പറയുന്നു. കേസിൽ തുടർ നടപടി പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാം സുന്ദർ പറഞ്ഞു. അത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിജീവിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനിപ്പോ ഒരു SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മാൻഡേറ്റ് കിട്ടിയതിനു ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. 354 സെക്ഷൻ 354 പഴയ IPC സെക്ഷൻ 354 അതെ പഴയ IPC. സർക്കാരിനും അഭിനേതാക്കളുടെ സംഘടനയ്ക്കും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ തലവേദനയായി പുതിയ വെളിപ്പെടുത്തലുകൾ. ഒന്നിനു പിറകെ ഒന്നായി ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കെതിരെ കൂടുതൽ പേർ രംഗത്ത് വരുമ്പോൾ നിയമ നടപടി അനിവാര്യമാവുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രമുഖരുടെ പേരുകൾ പുറത്തുവരാതിരിക്കാൻ സർക്കാർ എല്ലാ കരുതലും എടുത്തിരുന്നു. പക്ഷേ ഭാഗികമായി പുറത്തുവന്ന റിപ്പോർട്ടിന് പിന്നാലെ മുഖം മറയ്ക്കാതെ കൂടുതൽ പേർ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് രംഗത്തേക്ക്. പരാതി ലഭിച്ചാൽ നടപടിയെന്ന് പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് 4 നടന്മാർക്കെതിരെ പോലീസിനെ സമീപിക്കുമെന്ന് വ്യക്തമാക്കി നടി മിനു മുനീർ. എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊട്ടക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ആരോപണ വിധേയരിൽ MLA M. മുകേഷുമുള്ളത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. MLA-ക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. നടൻ സിദ്ദിഖിനു പകരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അമ്മ പരിഗണിച്ചിരുന്ന നടൻ ബാബുരാജിനെതിരെ ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റും ഇന്ന് രംഗത്തെത്തി. ഞാൻ ആ വ്യക്തി ഒരുപാട് വിശ്വസിച്ചിരുന്നു. എനിക്ക് മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തതും ആ ഒരു വിഷയം എന്നെ ഒരുപാട് മാനസികമായിട്ട് തകർക്കുകയും ചെയ്തിരുന്നു. നടൻ ബാബുരാജിന്റെ വിഷയം മാത്രമല്ല, മിസ്റ്റർ ശ്രീകുമാർ ഒഡിയൻ ഡയറക്ടർ, അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഇതേ അനുഭവമാണ് ഉണ്ടായത്. ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുക്കാത്തവരിൽ നിന്നാണ് പരസ്യമായ വെളിപ്പെടുത്തലുകൾ. ഇത്രയും നാൾ പൂഴ്ത്തിവെച്ച റിപ്പോർട്ടിലെ കുറ്റാരോപിതരുടെ പേര് പുറത്തുവിടണമെന്ന ആവശ്യം ഇതോടെ ശക്തമായി. ന്യൂസ് ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന് നടൻ പൃഥ്വിരാജ്. കുറ്റം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകണം. പരാതികൾ പരിഹരിക്കുന്നതിൽ താരസംഘടനയായ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും പൃഥ്വിരാജ് തുറന്നടിച്ചു. താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താൻ അയച്ച ഇമെയിൽ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നു. ഇതൊക്കെ വളരെ പരിതാപകരമല്ല. സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത്? തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംരക്ഷിക്കപ്പെടേണ്ടത് അതിജീവിതമാരുടെ സ്വകാര്യതയാണെന്നും കുറ്റാരോപിതരുടേത് അല്ലെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി. ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം. അന്വേഷണത്തൊടുവിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. അങ്ങനെ തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമവ്യവസ്ഥിതി ഇന്ന് നാട്ടിൽ ഇല്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പവർ ഗ്രൂപ്പിനെ തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും അങ്ങനെയൊന്ന് ഇല്ലെന്ന് പറയാനാകില്ല.
തുടക്കകാലത്ത് താൻ നേരിട്ട വിലക്കിനെക്കുറിച്ചും പൃഥ്വിരാജ് ഓർമ്മിപ്പിച്ചു. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷേ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതെ, പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ. ഒരിക്കലൊരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇതെന്താണെന്നറിയോ, നമ്മൾ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ്. ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകണമെന്നും ഇങ്ങനെയൊരു തിരുത്തൽ ആദ്യം നടന്നത് മലയാള സിനിമയിലാണെന്ന ഇന്ത്യൻ സിനിമയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. 24 കൊച്ചി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധി. സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ആരോപണങ്ങളാണ് അമ്മയെ വലയ്ക്കുന്നത്. അതിനിടെ പരാതിക്കാരായ വനിതകളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങളും അമ്മയിൽ നടക്കുന്നുണ്ട്. വിവാദങ്ങളിൽ എടുക്കേണ്ട നിലപാടിനെ ചൊല്ലി ചേരി തിരിഞ്ഞ തർക്കം രൂക്ഷമായതോടെ നാളെ നടത്താൻ നിശ്ചയിച്ച എക്സിക്യൂട്ടീവ് യോഗം അമ്മ മാറ്റിവെച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെ വരുന്ന ആരോപണങ്ങളും താരസംഘടനയെ തള്ളിവിട്ടത് സമീപകാലത്തെങ്ങും കാണാത്ത പ്രതിസന്ധിയിലേക്ക്. നാളെ നിശ്ചയിച്ചിരുന്ന എക്സിക്യൂട്ടീവ് യോഗം മാറ്റിയതിലുൾപ്പെടെ പ്രതിസന്ധി നിഴലിക്കുന്നു. പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യമാണ് കാരണമെന്ന് പറയുമ്പോഴും സംഘടനാ നേതൃത്വത്തിലെ താരങ്ങൾക്കെതിരെ ഒന്നൊഴിയാതെ വരുന്ന ലൈംഗിക ആരോപണങ്ങളാണ് എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിലെ പ്രധാന വെല്ലുവിളി. ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ സിദ്ദിഖിന് പകരം ചുമതലക്കാരനായ ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നത് വീണ്ടും തിരിച്ചടിയായി. പരാതിക്കാരെ പ്രതിസന്ധിയിലാക്കാനാണ് അമ്മയിലെ ചില താരങ്ങളുടെ ശ്രമമെന്ന ആക്ഷേപവും ഉയരുന്നു. നടി രേവതി സമ്പത്തിനെതിരെ പരാതി നൽകി സിദ്ദിഖാണ് തുടക്കം കുറിച്ചത്. WCCക്കൊപ്പം നിന്നാൽ വീട്ടിൽ കയറി അടിക്കുമെന്ന നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്ക് ഫോൺ വഴി അജ്ഞാത ഭീഷണി സന്ദേശവും ലഭിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെ 3 അഭിഭാഷകർ എറണാകുളം സൗത്ത് പോലീസിൽ പരാതി നൽകി. അമ്മയുടെ ഓഫീസിന് മുന്നിൽ എറണാകുളം ലോ കോളേജിലെ വിദ്യാർത്ഥികൾ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. പ്രതിസന്ധികൾക്കിടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ നിയോഗിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. 24 കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നഷ്ടപരിഹാര തുക നൽകുന്നതിലെ മാനദണ്ഡം ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരളം. വയനാട്ടിലെത്തിയ കേന്ദ്ര വിദഗ്ധ സംഘത്തിന് മുൻപിലാണ് ആവശ്യം ഉന്നയിച്ചത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ 28 ദിവസങ്ങൾക്ക് ശേഷം നാളെ തുറക്കും. മേഖലാടിസ്ഥാനത്തിൽ ദുരന്താനന്തര ആവശ്യങ്ങൾ പഠിച്ചു വിലയിരുത്താൻ സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ 17 വകുപ്പുകളുടെ പ്രതിനിധികളാണ് സന്ദർശനം നടത്തുന്നത്. നഷ്ടപരിഹാരം നൽകുമ്പോൾ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി യഥാർത്ഥ നഷ്ടം വിലയിരുത്തണമെന്ന് വയനാട് കലക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടു. ഇത് ഈ നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം വളരെ പഴയ മാനദണ്ഡമാണ്. ആ പഴയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ പോയാൽ അതിവിടെ ഒന്നിനും തികയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതല്ല നിർദ്ദേശിച്ചത് ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നാശനഷ്ടം ഉണ്ടായ മേഖലകളിലെ സാമ്പത്തിക ചെലവുകൾ കണക്കാക്കുക, സമസ്ത മേഖലയിലുമുള്ള പുനർനിർമ്മാണത്തിന്റെ നിർദ്ദേശങ്ങൾ നൽകുക എന്നിവയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സംഘത്തിന്റെ ലക്ഷ്യം. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകൾ നാളെ തുറന്നു പ്രവർത്തിക്കും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നു. ഈ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് വെള്ളാർമല സ്കൂൾ താൽക്കാലികമായി മാറ്റുന്നത്. ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 2-നാണ് സ്കൂളിലേക്ക് എത്തുക. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രവേശനോത്സവം നടക്കും. ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഭാഗത്ത് പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്ന് തിരച്ചിൽ നടന്നില്ല. പ്രത്യേക സംഘമായുള്ള തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം. ടീം 24 വയനാട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതരെ കൈവിട്ട് സർക്കാർ. കൃഷിനാശമുണ്ടായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂനികുതി രേഖ വേണമെന്നാണ് കൃഷിവകുപ്പിന്റെ പിടിവാശി. വാടക വീട്ടിലേക്ക് മാറിയവർക്ക് സഹായം കിട്ടാൻ 200 രൂപയുടെ മുദ്രപത്രവും നിർബന്ധമാക്കി. വയനാടിനായി എല്ലാ നൂലാമാലകളും ഒഴിവാക്കിയ സർക്കാരാണ് വിലങ്ങാടിനോട് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായതോടെ നിരവധി പേരാണ് വാടക വീടുകളിൽ കഴിയുന്നത്. വാടക ഇനത്തിൽ സഹായം ലഭിക്കാനുള്ള അപേക്ഷ നൽകാൻ 200 രൂപയുടെ മുദ്രപത്രം വേണമെന്നാണ് നിബന്ധന. കൃഷിനാശമുണ്ടായവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ 2024-25 വർഷത്തെ ഭൂനികുതി രേഖ ഹാജരാക്കണമെന്നും അധികൃതർ പറയുന്നു. ഇതോടെയാണ്
ദുരിതബാധിതർ പ്രതിസന്ധിയിലായത്. 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അപേക്ഷ കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ മേഖലകളിൽ മുഴുവൻ അന്വേഷിച്ചിട്ട് 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറില്ല, 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും ഇല്ല. അപ്പോൾ അവിടെയുള്ള 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണുള്ളത്. ഈ ഒരു പൈസ ഇല്ലാത്ത നമ്മളോട് വീണ്ടും 200 രൂപയെങ്കിലും വാങ്ങാനാണ് ഇവർ ശ്രമിക്കുന്നത്. വിലങ്ങാട് ദുരിതബാധിതരെ സർക്കാർ അവഗണിച്ചുവെന്ന് ഷാഫി പറമ്പിൽ MP കുറ്റപ്പെടുത്തി. 100-ലധികം വീടുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ വാസയോഗ്യമല്ലാതായിരിക്കുന്ന വിലങ്ങാട് ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ഈ സന്ദർശനങ്ങൾക്കപ്പുറത്തേക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ള വിഷമകരമായ സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ്. അടിയന്തര സഹായം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു ടെമ്പററി സഹായവും സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ ചെന്നിട്ടില്ല. ഉരുൾപൊട്ടലുണ്ടായി 4 ആഴ്ച പിന്നിട്ടിട്ടും ദുരിതബാധിതർക്കായി സഹായ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. വിലങ്ങാടിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 24 കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിൽ ജമ്മുകശ്മീർ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും ധാരണയിലെത്തി. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കി. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ കൂടി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സീറ്റ് വിഭജനത്തിലുണ്ടായ ഭിന്നത പരിഹരിക്കാൻ AICC നേതൃത്വം നടത്തിയ ഇടപെടൽ ഫലം കണ്ടു. ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് 32ഉം NC 52ഉം സീറ്റുകളിൽ മത്സരിക്കും. ധാരണയിലെത്താത്ത 5 മണ്ഡലങ്ങളിൽ ഇരു പാർട്ടികളും സൗഹൃദ മത്സരത്തിലേർപ്പെടും. 3 ഘട്ടങ്ങളിലെ 44 സ്ഥാനാർത്ഥികളുടെ പേരാണ് BJP ആദ്യം പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിനു മുന്നിൽ ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചു. മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് സീറ്റ് നൽകാനായി മുതിർന്ന നേതാക്കളെ അവഗണിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കൂടുതൽ സ്വതന്ത്രരെയും ചെറുപാർട്ടികളെയും പരിഗണിക്കണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ദേശീയ നേതൃത്വം നിർബന്ധിതരായതോടെ പട്ടികയിൽ 16 പേരായി ചുരുങ്ങി. മുതിർന്ന നേതാക്കളായ മുൻ ഉപമുഖ്യമന്ത്രി നിർമ്മൽ സിംഗിനടക്കം സീറ്റ് നിഷേധിക്കാനുള്ള തീരുമാനം BJP ദേശീയ നേതൃത്വം പുനഃപരിശോധിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ 5 ജില്ലകൾ കൂടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. സാൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ ജില്ലകളാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ ലഡാക്കിലെ ജില്ലകളുടെ എണ്ണം 7ആയി. കേന്ദ്രക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുകയാണ് പ്രഖ്യാപനത്തിന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവകാശപ്പെട്ടു. ലഡാക്കിൽ ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിയന്ത്രണം കർശനമാക്കാൻ ഇതുവഴി കേന്ദ്ര സർക്കാരിന് സാധിക്കും. 24 ഡൽഹി. വാർത്തകളിലേക്ക് തിരികെ. കോഴിക്കോട് നാദാപുരം താനക്കോട്ടൂരിൽ യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു. മാവുള്ളതിൽ നസീറയ്ക്കാണ് കുത്തേറ്റത്. പ്രതി ഹാരിസിനെ വളയം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൈയിലും വയറിലും ഗുരുതരമായി പരിക്കേറ്റ നസീറയെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗ്രാമങ്ങളും നഗരങ്ങളും അമ്പാടിയാക്കി ബാലഗോകുലത്തിന്റെ ശോഭായാത്ര. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. ചിരി തൂകി കളിയാടി ഉണ്ണിക്കണ്ണന്മാർ, മഞ്ഞച്ചേലയുടുത്ത് മയിൽപ്പീലി ചൂടി ചുറ്റും ഗോപികമാർ. കൃഷ്ണനൊപ്പം തോഴിമാരും കുചേലന്മാരും വേഷമിട്ടപ്പോൾ നാട് വൃന്ദാവനമായി. തിരുവനന്തപുരത്ത് പാളയം മുതൽ പഴവങ്ങാടി വരെയായിരുന്നു ശോഭായാത്ര. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഉപശോഭായാത്രകൾ പാളയം ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷമാണ് മഹാശോഭായാത്ര തുടങ്ങിയത്. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കി. തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന ഘോഷയാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശോഭായാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ ശോഭായാത്ര മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സമാപിച്ചു. കൊച്ചിയിൽ ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച യാത്ര എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ സമാപിച്ചു.
ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഉണ്ണിയപ്പം വിതരണവും ഉറിയടിയും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറയിലെ 110 ഏക്കർ കയ്യേറ്റം കണ്ടെത്തിയ സംഭവത്തിൽ തുടർ നടപടിയെടുക്കാതെ റവന്യൂ വകുപ്പ്. കയ്യേറ്റക്കാരുടെ പട്ടിക ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല. രാഷ്ട്രീയ ഇടപെടലാണ് നടപടികൾ വൈകാൻ കാരണമെന്നാണ് ആരോപണം. കയ്യേറ്റക്കാർക്കെതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം കേസെടുക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ കയ്യേറ്റക്കാരുടെ പേര് വിവരങ്ങൾ ഇതുവരെ റവന്യൂ വകുപ്പ് പോലീസിന് കൈമാറിയിട്ടില്ല. കയ്യേറ്റക്കാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ ആവശ്യപ്പെട്ടു. അവിടെ 110 ഏക്കർ സ്ഥലം തിരിച്ചു പിടിച്ചതായിട്ടാണ് റവന്യൂ അധികാരികൾ അറിയിച്ചത്. എന്നാൽ ഈ ഭൂമി തിരിച്ചു പിടിച്ച് 1 മാസം പിന്നിട്ടിട്ടുണ്ട്. ഭൂമി കയ്യേറിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്ത് അവരെ അകത്താക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ കൂട്ടാക്കിയിട്ടില്ല. ഇത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. പരുന്തുംപാറയിലെ വിനോദസഞ്ചാര മേഖലയിൽ 110 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയിട്ടുണ്ടെന്നായിരുന്നു പീരുമേട് തഹസിൽദാരുടെ കണ്ടെത്തൽ. ഇതിൽ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന ഷീബ ജോർജ് തുടർ നടപടികൾക്ക് ഉത്തരവിടുകയും ചെയ്തു. ആദ്യ നടപടിയായി 41.5 ഏക്കർ സ്ഥലം തിരിച്ചുപിടിച്ചുവെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. എന്നാൽ ഇതിലും വ്യക്തതക്കുറവുണ്ട്. 24 ഇടുക്കി. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.